ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചതയം നക്ഷത്രത്തിന് ഈ ജൂലൈ ആഗസ്റ്റ് മാസം സംഭവിക്കുന്ന മാറ്റങ്ങളും ഗുണദോഷങ്ങളും നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ഉപേക്ഷിക്കുവാനിടയുണ്ട്. സഹപ്രവർത്തകൻ്റെ അകാല വിയോഗം മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സന്താനങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തും. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യം കാണുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് കഠിനമായ പ്രയത്നം ആവശ്യമായി വരും. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് കഠിനമായ പ്രയത്നം വേണ്ടിവരും. എങ്കിലും ക്രയവിക്രയങ്ങൾ വിജയം കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ വൻ നഷ്ടം സംഭവിക്കും. വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. വസ്തു സംബന്ധമായ കാര്യങ്ങൾ കോടതിയിൽ വരെ എത്തും. അധ്വാന ഭാരത്താൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഈശ്വരചിന്ത ഉള്ളൊരു സമയമാണ്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അകൽച്ച പാലിക്കും. ആശയവിനിമയത്തിൽ കാണിക്കുന്ന അലസത പല തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്നതാണ്. വരുമാനം മൊത്തത്തിൽ വർദ്ധിക്കും. ഉപരിപഠനത്തിലുള്ള യോഗം കാണുന്നു. ഗുരുസ്ഥാനീയരെ ആദരിക്കുവാനിടവരും. അനുഭവ ഗുണം കൂടുതലായിട്ടുണ്ടാകും. വാക്കും പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും. പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരും. നമ്മൾ ഏതെങ്കിലും ഒരു ധനം കിട്ടാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. വിദ്യാഭ്യാസ കാര്യങ്ങൾ പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ചതയം നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ജൂലൈ ആഗസ്റ്റ് മാസം സംഭവിക്കുന്ന മാറ്റങ്ങളും ഗുണദോഷങ്ങളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി.